വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്കുരൽ. നമുക്കൊരു API ആവുന്ന സമയത്ത് ആ APIക്ക് ഒരു HTTP മെത്തേഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ് അങ്ങനെയുള്ള മെത്തേഡ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഒരു മെത്തേഡ് കൂടി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു റിക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മെത്തേഡ് ഐഡന്റിഫൈ ചെയ്യുക, ഈ റിക്വസ്റ്റിൻ്റെ ഉള്ള മെത്തേഡ് എന്താണ്, എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും അത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. കോൺസ്റ്റ് മെത്തേഡ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ്. ഇനി നമ്മളത് കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും നോഡിൻ്റെ വേർഷനിൽ അത് ക്യാപിറ്റൽ ആയിരിക്കും, ചില വേർഷനിൽ മേ ബി സ്മോൾ ലെറ്റർ ഒക്കെ ആയിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന മെത്തേഡ് നമ്മൾ ഒരു അപ്പർ കേസിലേക്ക് മാറ്റാൻ, ടു അപ്പർ കേസ്. അപ്പോൾ എപ്പോഴും നമുക്ക് ക്യാപിറ്റലിലായിരിക്കും നമുക്ക് ആ മെത്തേഡ് ഉണ്ടാവുക. അപ്പോൾ ഒരു സ്ട്രിങ്ങിലുള്ള ഒരു ഫംഗ്ഷനാണ് റീപ്ലേസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു റീപ്ലേസ് എന്ന് പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ സ്ട്രിങ്ങിലുള്ള ഒരു ഫംഗ്ഷനാണ് ടു അപ്പർ കേസ്, അതായത് നമുക്ക് കിട്ടിയ ആ സ്ട്രിങ്ങിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ ടു ലോവർ കേസ് ഫംഗ്ഷൻ കൂടെ ജാവാസ്ക്രിപ്റ്റിൽ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് മെത്തേഡ് കൂടെ കിട്ടി. ഇനി ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കൊരു സ്ട്രിങ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പ്രിന്റ് ചെയ്യാം. നമുക്ക് എൻഡ് ചെയ്യുന്ന സമയത്ത് ആ ബ്രൗസറിൽ പ്രിന്റ് ചെയ്യാം. അതിന് നമ്മൾ ടെംപ്ലേറ്റ് ലിറ്ററൽ ഉപയോഗിക്കുകയാണ്. ബാക്ടിക്സ് യു ആർ റിക്വസ്റ്റിംഗ് എ പാത്ത്. എന്താണ്, ഏത് പാത്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത്? പാർസ്ഡ് പാത്ത്. യു ആർ റിക്വസ്റ്റിംഗ് എ പാത്ത് വിത്ത് ഏത് മെത്തേഡാന്നുള്ളത് കൊടുത്തു. ഇനി നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. റിഫ്രഷ്. യു ആർ റിക്വസ്റ്റിംഗ് എ പാത്ത് എബൌട്ട് സ്ലാഷ് ആസ് വിത്ത് ഗെറ്റ് HTTP മെത്തേഡ്. ഞാൻ പറഞ്ഞു നമ്മളൊരു ബ്രൗസറിൽ ഏതൊരു പേജ് ആക്സസ് ചെയ്യുന്ന സമയത്തും അത് HTTPയിലെ ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് ഇതേ ഒരു റിക്വസ്റ്റ് നമുക്ക് പോസ്റ്റ്മാൻ വെച്ചിട്ട് ആക്സസ് ചെയ്ത് നോക്കാം. പോസ്റ്റ്മാൻ എടുത്തിട്ട് അതിൽ ഞാൻ പുതിയൊരു റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ പോസ്റ്റ് HTTP മെത്തേഡ് കൊടുത്തു. എന്നിട്ട് URL ജസ്റ്റ് എന്നോട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സെൻഡ് കൊടുക്കുകയാണ്. സെൻഡ് കൊടുത്തപ്പോൾ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് കാണാൻ പറ്റി. യു ആർ റിക്വസ്റ്റിംഗ് എ പാത്ത് എബൌട്ട് സ്ലാഷ് വിത്ത് പോസ്റ്റ് HTTP മെത്തേഡ്. ഇനി നമ്മൾ ഡിലീറ്റ് ആണെങ്കിൽ കൊടുക്കുന്നത് അപ്പോൾ ഡിലീറ്റ് HTTP മെത്തേഡ് എന്ന് പറയും. അതിന് സ്റ്റാറ്റസിന്റെ റെസ്പോൺസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ 200 ഓക്കെ ആണ്, എത്ര ടൈമാണ് എടുത്തത്, സൈസ് എത്രയാണ്, എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്.